അർജുനെ മാപ്പ്. കേരള ജനതയുടെ വലിയ മാപ്പ്. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ശിരൂരിലെ ഗംഗാവലി നദിയുടെ തീരത്ത് നീ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളൊക്കെയും ഞങ്ങൾ നിന്റെ അരികിലേക്ക് വരാനുള്ള ശ്രമത്തിലായിരുന്നു. അതിവേഗത്തിൽ ഓടിയെത്താൻ ഞങ്ങൾക്ക് കഴിയാതെ പോയതിന് മാപ്പ്. അന്ന് കലിപൂണ്ടൊഴുകുന്ന ഗംഗാവലി നദിയുടെ തീരത്ത് പെയ്യുന്ന ഭീകരമായ മഴയെയും ഏതു സമയവും ഇടിഞ്ഞു വീഴാമെന്ന നിലയിലുള്ള കൂറ്റൻ മലയെയും അവഗണിച്ച് നിന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള പ്രയത്നത്തിലായിരുന്നു ഞങ്ങൾ. പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് നീ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ അതിലും വലിയ വെല്ലുവിളിയായിരുന്നു നിനക്കരികിലേക്ക് എത്താൻ ഭരണ സംവിധാനങ്ങൾ തീർത്ത പ്രതിരോധം. ഒരു മനുഷ്യൻ ആ ട്രക്കിനുള്ളിൽ ജീവനായി പിടയുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥരെ പറഞ്ഞു ധരിപ്പിക്കാൻ ഞങ്ങൾ നന്നേ പാടുപെട്ടു. അപകടത്തിൽപ്പെട്ടത് ഒരു ഡ്രൈവർ അല്ലേ എന്ന് നിസ്സാരമായി പറഞ്ഞത് ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചു. ഞങ്ങൾക്കറിയാം ഏതു കൂറ്റൻ മലയെയും മലവെള്ളപ്പാച്ചിലിനെയും തരണം ചെയ്തു വരാനുള്ള മനക്കരുത്തുള്ളവനായിരുന്നു നീ. നിന്റെ നാടായ കോഴിക്കോട്ടെ മുക്കത്ത് ഇരുവഞ്ഞിപ്പുഴ കുത്തിയൊലിച്ചൊഴുകുന്നത് കണ്ട് വളർന്നവനല്ലേ നീ. ഗംഗാവലി പുഴയിലെ ഓളങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പായിരുന്നു. അപകടത്തിൽപ്പെടുമ്പോഴും ചായക്കടയിൽ ഉണ്ടായിരുന്നവരെ രക്ഷിക്കാൻ നീ ഒരുങ്ങിയിട്ടുണ്ടാവാം. അതിനിടയിലായിരിക്കാം നീ അപകടത്തിൽപ്പെട്ടതും. കാരണം പ്രളയങ്ങളെ അതിജീവിക്കാൻ പഠിപ്പിച്ച കേരളത്തിൻ്റെ മകനായിരുന്നല്ലോ നീ. മലയിടിച്ചിലിനെയും മലവെള്ളപ്പാച്ചിലിനെയും ഭയക്കാതെ നിന്നവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നിരിക്കണം. എത്രയോ പേരുടെ ജീവൻ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിട്ടുള്ളവരാണ് നമ്മൾ. ഒരു ജനത മുഴുവൻ അപ്പോഴും നിന്റെ തിരിച്ചു വരവിനായി പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു സൂപ്പർമാനെ പോലെ നീ എത്തുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അത്രയേറെ നിന്നെ വിട്ടുപിരിയാൻ മനസ്സില്ലാത്തവരായിരുന്നു ഞങ്ങൾ. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന അർജുനെ, നിന്റെ വിളിയും കാത്തിരിക്കുന്ന നിന്റെ കുഞ്ഞുമകനെയും ഭാര്യയെയും അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും സാന്ത്വനിപ്പിക്കുവാൻ ഞങ്ങൾക്കാവുന്നില്ല. അർജുനെ, ഒരിക്കൽ കൂടി മാപ്പ്. ദുരന്തം ആവർത്തിക്കുമെന്ന് പറഞ്ഞ് ആവലാതിപ്പെട്ട് രക്ഷാപ്രവർത്തനം വൈകിയതിന്, സുരക്ഷയുടെ കാരണം പറഞ്ഞ് ഞങ്ങളെ തടഞ്ഞ അധികാര ഗർഭിന്, ഈഗോയുടെ പേരിൽ ദൗത്യസംഘങ്ങളുടെ ഏകോപനം വൈകിപ്പിച്ചതിന്, നെഞ്ചുനീറിക്കഴിയുന്ന നിന്റെ മാതാപിതാക്കളെയും ഉറ്റവരെയും വിമർശിപ്പിച്ച് വേദനിപ്പിച്ചതിന്, അതിരുകടന്ന മാധ്യമ വിചാരണകൾക്ക്, വ്യക്തതയില്ലാത്ത തീരുമാനങ്ങൾ എടുത്ത് രക്ഷാദൗത്യം വഴിമാറ്റിയതിന്, ഇതിനെല്ലാം നമ്മൾ അർജുനോട് മാപ്പ് പറഞ്ഞേ തീരൂ. നീ അപകടത്തിൽപ്പെട്ടത് ഈ കൊച്ചു കേരളത്തിലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം കാണുമായിരുന്നു. ശിരൂരിൽ പെയ്ത മഴയത്രയും നിന്നെ കാത്തിരുന്നവരുടെ കണ്ണീരായിരുന്നുവെന്ന് നീ തിരിച്ചറിഞ്ഞു. ഗംഗാവലി പുഴയുടെ മടിത്തട്ടിൽ നിന്റെ പ്രിയപ്പെട്ട വാഹനത്തിൽ നീ ഉറങ്ങുകയാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല ഞങ്ങൾക്ക്. നീ ഒരു നാൾ തിരിച്ചു വരും. ഒരിക്കലും മായാതെ നിന്റെ മുഖം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞങ്ങളുടെ കാത്തിരിപ്പിന് അത്രയേറെ ശക്തിയുണ്ട്. പ്രിയ അർജുനെ, മാപ്പ്.